ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാലക്കാടൻ ചങ്ങതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവർക്ക് അവാർഡ് കൊടുക്കണം ഓമനക്കുട്ടി അവാർഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൃഗം ചെയ്ത മനുഷ്യത്വവും ഒരു മനുഷ്യൻ ചെയ്ത മൃഗീയതയുമാണ്. മനുഷ്യർ സ്വാഭാവികമായിട്ട് മനുഷ്യത്വമാണ് ചെയ്യാറ്, മൃഗങ്ങളാണല്ലോ മൃഗീയത ചെയ്യാറ്. നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അതിന് മുൻപ് അതൊക്കെ വീഡിയോയിൽ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഇല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് ആദ്യമായിട്ട് കാണുന്നവർ, ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു മൃഗസ്നേഹിയാണെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. കാരണം ഇതിനകത്ത് ഈ ചാനലിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്യുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ അഡോപ്ഷനും അതുപോലെ അതിൻ്റെ ചികിത്സാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളൊരു മൃഗസ്നേഹി ആണെങ്കിൽ മാത്രം നിങ്ങളുടെ വിലപ്പെട്ട സമയവും വിലപ്പെട്ട നെറ്റും ചിലവഴിച്ച് ഈ ചാനൽ കാണുക. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ മൃഗസ്നേഹികളോടൊരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. ആദ്യം കുറച്ച് സങ്കടമാണെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു സംഭവമാണ്. ചില ആളുകൾക്ക് ഒരു പ്രത്യേക ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിലാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ചൊറിച്ചിൽ കാരണം അനുഭവിക്കുന്ന ജീവികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ആ ഒരു കഷ്ടപ്പാടിന് വേറൊരു ജീവി ചെയ്തൊരു പ്രായശ്ചിത്വവുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ചിലർക്ക് ഇതൊന്നും ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നില്ല, പക്ഷേ എനിക്കിത് വളരെയധികം അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ CITയിലുള്ള ഒരു യൂണിയൻ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ആരോ ഒരു ചാക്കിൽ ഒരു ഏഴോളം പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് കളഞ്ഞിട്ടുണ്ട്, കണ്ണ് പോലും വീണിട്ടില്ല, ഭയങ്കര സങ്കടം തോന്നുന്നു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോകാതെ അന്ന് നേരെ ഈ ഡോഗ്സിനെ എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. അദ്ദേഹം എടുത്ത് പുറത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ചാക്കിന് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയോ, ചിലപ്പോൾ പാല് കുടിക്കുമായിരിക്കുമെന്ന് കരുതി കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ ചെയ്ത, ഒരു നരാധമൻ ചെയ്തൊരു ദ്രോഹം, ഒരു പട്ടി, വെറും നിങ്ങളൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു പട്ടി അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് തോന്നിയത്. മനുഷ്യനൊക്കെ കണ്ണു തുറന്ന് കാണണം ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ.
കുട്ടി എന്തെങ്കിലും ചെയ്യും. അത് നോക്കൂന്ന് എനിക്ക് തോന്നണേ. കണ്ണു മിഴിഞ്ഞിട്ടില്ല മഹാഭാവം. ദൈവം സഹായിച്ചാ രക്ഷപ്പെട്ടു. കടന്നു കൊടുക്കണ്ട് കേട്ടോ. അവൻ്റെ ഒരു മനുഷ്യനില്ലാത്തൊരു സാധനം ഇവർക്കുള്ളൂ കേട്ടോ. ആ മറ്റവരെ മാറ്റി പ്രതിഭേട്ടെന്നാ കുറച്ചു നേരം. അല്ല എല്ലാരും കൂടി കിട്ടുവോ? എല്ലാരും കൂടി അവര് നോക്കിക്കോളും. അവറ്റകൾക്ക് കൊടുക്കട്ടെ ആദ്യം. അതെ അവരോട് ഇത് കണ്ടില്ലേ ഇവക്ക് അവാർഡ് കൊടുക്കണം കേട്ടോ. മറ്റേ ഓമനക്കുട്ടി ഓമനക്കുട്ടി അവാർഡ് വേറെ ഇത് ഈ ഗ്രൂപ്പാ ലാസ്റ്റ് ഗ്രൂപ്പ് അത് അല്ലാന്ന് അത് ഞാൻ കൊണ്ടുവന്നാണ്. എന്താ കുട്ടികളെ കൊടുക്കണത് 7 എണ്ണം. അത് വെക്ക് അതിൽ വെച്ചോളൂ പാവം. ദൈവമേ അതൊക്കെ ഞാൻ അഡോപ്ഷൻ ആക്കാട്ടോ. എനിക്ക് ഇതൊന്ന് കണ്ണു പിഴിഞ്ഞ് കിട്ടിയത് ഞാൻ ഫുൾ എണ്ണത്തിന് എടുത്ത അഡോപ്ഷൻ. വിശപ്പുണ്ടവർക്ക് തള്ളയുടെ പാലിന്റെ അത്ര ഒന്നും നമ്മൾ കൊടുത്ത റെഡി രക്ഷപ്പെട്ടില്ല നമ്മൾ കൊടുത്ത. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ